നമ്മളുണ്ടല്ലോ ഒരു ബൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലവർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? യെസ്, നമ്മളൊരു ബ്രൈഡൽ ബൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രൈഡൽ ബൊക്കെ ആൻഡ് സദാ ബൊക്കെ എന്ന് വെച്ചാൽ, ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെ എന്നാൽ കുറച്ച് ഗ്രാൻഡായിട്ട് ഫീൽ ചെയ്യുന്നതാണ് ബ്രൈഡൽ ബൊക്കെ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ ഇതിൽ ഞാൻ നല്ല ടെൻഷൻ അടിച്ച, അല്ലെങ്കിൽ ആകെ പണി പാളിയെന്ന് വിചാരിച്ചൊരു ബൊക്കെയാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അവിടെ ഓർഡറൊക്കെ കൺഫേം ആവുന്ന സമയത്ത് ബ്രൈഡിൻ്റെ ഡ്രസ്സ് അയച്ചതൊരു പിങ്ക് ലെഹങ്കയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിങ്ക് ഗൗണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ അതിനോട് മാച്ചായിട്ടുള്ള ഒരു ബൊക്കെയാണ്, അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ലാസ്റ്റ്, അതായത് തലേ ദിവസം ലാസ്റ്റ് മിനിറ്റിലാണ് പറയുന്നത്. ഒരു നൈറ്റ് ടൈമിലൊക്കെയാണ് പറയുന്നത് ഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ട്, നേവി ബ്ലൂ ആണ് ഡ്രസ്സ് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ആകെ ടെൻഷനായി. കാരണം നാളെ ബൊക്കെ കൊടുക്കും വേണം, ഇന്നാണ് ഈ കടയിട്ട് അടക്കും ചെയ്തു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനത്തെ ഒരു സാധനം. ആ ഒരു സമയത്ത് അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, നേവി ബ്ലൂ അല്ലേ, കോൺട്രാസ്റ്റ് ആയിട്ട് കുഴപ്പമില്ല, മാച്ച് ആവുന്നതാണ്. അങ്ങനെ എനിക്ക് അവരതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നപ്പോൾ ഓക്കെ, ഇതും തമ്മിൽ ജെല്ലാവുമെന്ന് എനിക്കും തോന്നി. അപ്പോൾ പിന്നെ ഞാൻ അതുമായിട്ട് കണ്ടിന്യൂ ചെയ്തു. അവരും അത് പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ആൻഡ് രാവിലെ 5 മണിക്ക് എണീറ്റിട്ടാണ് ഞാൻ അത് ചെയ്തിട്ട് അന്ന് തന്നെ കൊടുക്കുക ചെയ്തത്. കാരണം തലേദിവസം എനിക്ക് വേറെ കുറച്ച് വർക്ക്സും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് തലേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എണീറ്റിട്ടാണ് എന്നിട്ട് ചെയ്തത്. ബട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അവർക്ക് നല്ല ഇഷ്ടപ്പെടുന്നതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.